സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ചാനൽ ചർച്ച കൊഴുക്കുകയാണ് കേരളത്തിൽ. രാവും പകലും ഒന്നില്ല. ബ്രേക്കിംഗ് ന്യൂസ്, അല്ലാത്ത ന്യൂസ്, അങ്ങനെ വരെയാണ്. ചാനലിൽ വിളിച്ചിരുത്തി ശ്രീജിത്ത് പണിക്കരും അഡ്വക്കേറ്റ് ജയശങ്കറും മുതിർന്ന ഒരു പിന്നെ ജേർണലിസ്റ്റ് രാജൻ എന്ന് പറയുന്ന ഒരുത്തനും ഇവരെല്ലാം അങ്ങനെ ആളുകളുടെ രക്തം ഊറ്റി കുടിക്കുകയാണ്. രക്തരക്ഷസുകളാണ്. അപ്പോൾ നാട്ടിൽ നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഹണി ട്രാപ്പ് ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളെ ഉപയോഗിച്ച് ആരെങ്കിലും വീഴ്ത്തുക, ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുക, തട്ടിക്കൊണ്ടു പോവുക, അങ്ങനെയുള്ള പല പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ പുതിയ പതിപ്പാണ് രാഷ്ട്രീയത്തിൽ പൊങ്ങി വരുന്ന ആൾക്കാരെ എങ്ങനെ ഒതുക്കാൻ കഴിയും. അതായത് കോൺഗ്രസിനകത്ത് ഒരു യുവനിര ഇപ്പോൾ അടുത്ത സമയത്തായിട്ടുണ്ടായി. ഷാഫി പറമ്പൽ, രാഹുൽ മാങ്കൂട്ടം, റിജിൽ മാങ്കുറ്റി, പിന്നെ അങ്ങനെ കുറച്ച് തലമുറ വന്ന് അവരാണ്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഫിറോസ്, അങ്ങനെ കുറച്ച് പേര് വന്നിട്ട് ഒരു പുതിയ ഒരു ഉണർവ് UDF ഉണ്ടായതുപോലെ തോന്നി. അവരാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിലമ്പൂര് നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് വളരെയധികം പുരോഗതി UDF ഉണ്ടായി. അപ്പോൾ UDF ഉണ്ടായപ്പോൾ എങ്ങനെ ഇതിനെ തകർക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചാനലുകളിലും മറ്റൊന്നും മറിച്ചതും ഒക്കെ വന്നിട്ട് UDF അടുത്തതിന് വിജയസാധ്യതയുണ്ട്, UDF പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധ്യത അവർക്കാണ്, പിണറായി വിജയന്റെ മന്ത്രിസഭ പോകും എന്നുള്ള ഒരു ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു, ഈ യുവനിരക്ക്. അപ്പോൾ ഇവരെ എങ്ങനെ തകർക്കാമെന്ന് ബാക്കിയുള്ള എതിർ ചേരികളിലുള്ളവർ എങ്ങനെയായാലും ശ്രമിക്കുമല്ലോ. എന്തായാലും ശരി, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം, ഉമ്മൻചാണ്ടി ആരായിരുന്നു? പാവപ്പെട്ട ഒരു മനുഷ്യൻ, ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ്. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. മന്ത്രിയാവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ എന്തു വായിക്കൊണ്ട് പോട്ടെ, അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കോൺഗ്രസ്സുകാർക്കോ UDFകാർക്കോ വേണ്ടി മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും വേണ്ടി പരിശ്രമിച്ച, അവർക്ക് വേണ്ടി അധ്വാനിച്ച ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു നായർ പെണ്ണിനെ ഇറക്കി നശിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ ജീവിതമേ നശിപ്പിച്ചു. അതോടുകൂടി രോഗിയായി പിന്നെ അദ്ദേഹത്തെ ഇവർ കൊല്ലാക്കൊല ചെയ്തു. അപ്പോൾ അതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, CPM ആണ്. CPM എന്ന് പറയുന്നത് അവര് എന്തും അവരുടെ ശത്രുവിനെതിരെ അവരുടെ നിലപാട്